ഇവിടെ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞ ആരാ ഇവിടെ? ഇവിടെ 10 അല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കാം. എന്തൊരു രസം നോക്കിയാൽ. തിംഫു റെസിഡൻസിയിൽ നിന്നും ഇന്ന് നമ്മൾ പുനാഖയിലേക്കുള്ള യാത്രയിലാണ്. ഡോച്ച് ലാ പാസ് ആണ് ആദ്യത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ. തിംഫുവിൽ നിന്നും 24 കിലോമീറ്റർ ഏകദേശം 45 മിനിറ്റ് യാത്ര ചെയ്താലാണ് നമ്മൾ ഡോച്ച് ലാ പാസിൽ എത്തുക. കാലത്ത് റെഡിയായി ഡോച്ച് ലാ പാസിലേക്ക് ഹോട്ടലിൽ നിന്നും ഇറങ്ങുകയാണിപ്പോൾ. 10-15 മിനിറ്റിന് ശേഷം തിരിച്ച് ബസ്സിൽ വന്ന് കയറാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിവിടെ ഇറങ്ങുന്നത്. തിംഫുവിൽ നിന്നും പുനാഖയിലേക്കുള്ള പാതയിൽ ഒരു ചുരം കയറിയാണ് നമ്മളിവിടെ ഡോച്ച് ലാ പാസിലെത്തുന്നത്. ഇതാണ് നമ്മൾ പറയുന്ന ഈ സ്ഥലം, ഡോച്ച് ലാ പാസ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് ഡ്രക് വാങ്ക്യാൽ ചോട്ടൻസ് എന്നാണ്. പ്രധാന ചോട്ടൻസിന് ചുറ്റും 108 ചെറിയ സ്തൂപങ്ങൾ ചോട്ടൻസ് വെച്ചുണ്ടാക്കിയിട്ടുള്ളതാണത് ഈ മെമ്മോറിയൽ. 3 തട്ടുകളായിട്ടാണ് ഈ ചോട്ടൻസ് നിർമ്മിച്ചിരിക്കുന്നത്. ആദ്യത്തെ ഏറ്റവും അടിയിലുള്ളത് ലോവസ്റ്റ് ലെവലിൽ 45 സ്തൂപങ്ങളാണുള്ളത്. അതിന് മുകളിലായിട്ട് രണ്ടാമത്തെ ലെവലിൽ 36 സ്തൂപങ്ങൾ, ഏറ്റവും ടോപ്പിലായിട്ട് 27 സ്തൂപങ്ങൾ. അങ്ങനെ മൊത്തം 108 സ്തൂപങ്ങൾ വൃത്താകൃതിയിൽ ഇങ്ങനെ പണിതുയർത്തിയിരിക്കുന്ന ഒരു മെമ്മോറിയലാണ് ഈ സ്ഥലം. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3100 മീറ്റർ, അതായത് 10200 അടി ഉയരത്തിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 5 മുതൽ 12 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില. ഡിസംബർ മാസത്തിലൊക്കെ മഞ്ഞ് പെയ്യുന്ന സ്ഥലമാണിത്. പക്ഷേ ഇപ്പോൾ വളരെ അനുകൂലമായ കാലാവസ്ഥയാണ്, തെളിഞ്ഞ ആകാശം കൂടിയാണ്. ഞാൻ പറഞ്ഞു ഇതൊരു മെമ്മോറിയലാണെന്ന്. 2023 ഡിസംബർ മാസത്തിൽ റോയൽ ഭൂട്ടാൻ ആർമി നടത്തിയ ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. തെക്കൻ ഭൂട്ടാനിലെ പ്രദേശങ്ങളിൽ നിന്നും നുഴഞ്ഞു കയറിയ ആസാം വിഘടനവാദികൾ, അതുപോലെ ഇന്ത്യൻ തീവ്രവാദി സംഘടനകളായ ഉൽഫ, KLO, ബോഡോ, ഇവർക്കെതിരെയാണ് ഈ ഒരു ഓപ്പറേഷൻ നടന്നത്. ഓപ്പറേഷൻ ആൾ ക്ലിയർ എന്നാണ് അത് അറിയപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭൂട്ടാനിലെ സൈനികർ മരിക്കുകയുണ്ടായി. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണത്രേ ഈ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അന്ന് ഈ റോയൽ ഭൂട്ടാൻ ആർമി ഫോഴ്സിനെ സഹായിക്കാനായിട്ട് ഇന്ത്യയിൽ നിന്നും 12 ബറ്റാലിയൻ ആർമി ട്രൂപ്സിനെ ഇന്ത്യ നൽകിയിരുന്നു. അതുകൂടാതെ ഇന്ത്യ ഹെലികോപ്റ്ററുകൾ നൽകി സഹായിച്ചാണ് പരിക്കേറ്റ ഭൂട്ടാൻ സൈനികരെ തിരികെ എത്തിച്ചത്. മരണപ്പെട്ട ഭൂട്ടാനീസ് സോൾജേഴ്സിനോടുള്ള ആദരവാണ് ഇത്. ഭൂട്ടാനീസിന് വളരെ സെൻറ്റിമെൻ്റൽ വാല്യൂ ഉള്ള ഒരു സ്ഥലം കൂടിയാണിത്. മൗണ്ടൻ പാസിൽ നിന്ന് നോക്കിയാൽ ഹിമാലയ പർവ്വതത്തിൻ്റെ 360 ഡിഗ്രി പനോരമിക് വ്യൂസ് കാണാൻ കഴിയും. നോക്കൂ, എത്ര മനോഹരമാണ് ഈ കാഴ്ച എന്ന് നോക്കൂ. മൂടൽമഞ്ഞുള്ള സമയമാണെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ കഴിയില്ല. ഇപ്പോൾ നല്ല തെളിഞ്ഞ നീലാകാശമാണ്. അതുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നമുക്ക് കാഴ്ചകൾ കാണാൻ കഴിയും. ചുരത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ മഞ്ഞുമൂടിയ ഹിമാലയൻ മലനിരകളെ വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുമാത്രമല്ല, ഇവിടെയുള്ള സൈപ്രസ് മരങ്ങളുടെ കാഴ്ചയുണ്ട്. അത് ഒന്നൊന്നര കാഴ്ചയാണ്. എന്തു രസമാണെന്നോ ആ മരങ്ങളിൽ നിൽക്കുന്നത് കാണാനായിട്ട്. ഭൂട്ടാനിൽ വന്നിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഡോച്ച് ലാ പാസ് ആണെന്ന് പറയും. തീർച്ച. കണ്ണെടുക്കാൻ കഴിയാത്തത്ര മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു ഇത്. ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. ഇത്ര ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ലോകത്തുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇത് എത്ര വിവരിച്ചാലും നമുക്ക് മതി വരാത്തൊരു അതിശയകരമായൊരു സൈറ്റ് സീയിങ് ഉള്ള സ്ഥലമാണിത്. ഈ ഡോച്ച് ലാ പാസ് എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമാണത്. വിവരിക്കാൻ വാക്കുകളില്ല കേട്ടത്.
പക്ഷേ ഇവിടെ വന്നാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാനായിട്ട് പറ്റുള്ളൂ. ഞാൻ കരുതിയിരുന്നത് നമ്മുടെ നാട്ടിലാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങളെന്നാണ്. ഇത്രയും മനോഹരമാണെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഭൂട്ടാൻ. ഡോച്ചില പാസ്. ബാബു വരുന്നുണ്ടോ വ്ളോഗ് ചെയ്യാനായിട്ട്? ബാബു എന്തെങ്കിലും പറയാനുണ്ടോ ഈ സ്ഥലത്തെ കുറിച്ച്? ബാബു, യു ഹാവ് എനിത്തിങ്? പ്രകൃതി രമണീയത്തിന്റെ വളരെ അർത്ഥവത്തായ ഒരു വാക്കാണ് ഇതിന് വേണ്ടിയിട്ട്, ഈ സ്ഥലത്തിന് വേണ്ടിയിട്ട്. പറയൂ, ആ വാക്ക് എന്താന്ന് പറയൂ. അല്ല, എന്റെ അത്യുന്നതി ഇതാണ്. ഇത് ഭയങ്കര പ്രകൃതി രമണി കേട്ടല്ലേ? ഇതിനു വേണ്ടി മാറ്റിച്ചു ഭാരതിയുടെ ഉണ്ടല്ലേ രമണി? അതല്ല, എന്താ വ്യൂ നോക്കിയല്ലേ. ഇവിടെ 10 മിനിറ്റ് മതി എന്ന് പറഞ്ഞ ആരവിടെ? ഇവിടെ 10 അല്ല, 1 മണിക്കൂർ 2 മണിക്കൂർ നിൽക്കാം. എന്തൊരു രസം നോക്കിയേ. ഈ ആകാശമൊന്ന് നോക്കൂ. ഇവിടെ എന്തിനാ ഭംഗിയില്ലാത്തത്? ഞങ്ങൾക്കൊഴിച്ച് ബാക്കി എല്ലാതും ഇവിടെ മനോഹരമാണ്. ഇവിടുത്തെ എൽഡസ്റ്റ് ക്വീൻ മദർ ആഷി ദോർജി വാങ്ചുക്കാണ് ഇത് നിർമ്മിച്ചത്, ഈ ചോട്ടൺസ് നിർമ്മിച്ചത്. റോയൽ ബോട്ടാനിക്കൽ ഉദ്യാനം കൂടിയാണ് കേട്ടോ ഈ സ്ഥലം. ഓരോ കാലങ്ങളിൽ വ്യത്യസ്തമായ പുഷ്പങ്ങളുടെ വിസ്മയം തീർക്കുന്ന ഒരു താഴ്വര കൂടിയാണ്, അല്ലെങ്കിൽ ഒരു ചുരം കൂടിയാണ് ഈ ഡോച്ചുല പാസ്. എല്ലാ വർഷവും ഡിസംബർ 13 ഇവിടെ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് ഡോച്ചുല വാങ്ക്യൽ എന്നാണ്. 2011 മുതൽ അതെല്ലാ വർഷവും നടത്തപ്പെടുന്നുണ്ട്. ഈ സ്തൂപാസ് കാണാനായിട്ട് എന്ത് രസമാണല്ലേ. ഇവയ്ക്കുള്ളിലൂടെ ഒന്ന് പതുക്കെ നടക്കാനായിട്ട് തീരുമാനിച്ചു. ഈ 3 ലെയറിലായിട്ട് നിർമ്മിച്ചിരിക്കുന്ന 108 സ്തൂപാസ്, അതിങ്ങനെ ഒന്നൊന്നായി കണ്ടിങ്ങനെ ഒരു റൗണ്ട് ചെയ്യാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ब्लॉगर आ गया शुरू करना है तो एक और आइडिया है. अरे तुम शूज से शुरू നമ്മുടെ കൂട്ടുകാരാണ്, പക്ഷെ എവിടെ വെച്ച് കണ്ടാലും നമുക്ക് പണി തരും. നോക്കിയാൽ ഈ മരങ്ങളൊക്കെ നോക്കിയാലേ എന്താ ഭംഗി. സൈപ്രസ് മരങ്ങൾ. ഈ സൈപ്രസിൽ നിന്നാണ് അത്ര ഈ മരം ഇവിടെ ഭൂട്ടാനിലേക്ക് എത്തിയത്. അതുകൊണ്ടാണ് ഈ മരങ്ങൾക്ക് സൈപ്രസ് മരങ്ങൾ എന്ന് പേര് വന്നത്. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പോട് കൂടിയിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഇവിടെ വന്ന് ഫോട്ടോസ് എടുക്കുന്നവർക്ക് ഇതൊരു സ്വർഗമാണ്. ഏത് പോസിലും എങ്ങനെ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു എന്താ പറയുക, ഗംഭീരമായിട്ടുള്ളൊരു സ്ഥലമാണിത്. സത്യം പറയാലോ, ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ കൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോകും. അത്രമാത്രം നമ്മളെ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇതൊക്കെ കാണാനായിട്ട് നമ്മളുടെ വേണ്ടപ്പെട്ടവരും കൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറയില്ലേ നമ്മൾ, അങ്ങനെ തോന്നിപ്പിക്കുന്ന ഒരു അപൂർവ സ്ഥലം. നമ്മളിപ്പോൾ ഇതിൻ്റെ പടവുകൾ ഇറങ്ങുകയാണ്. ഇങ്ങനെ ഇറങ്ങി വലത്തോട്ട് നടന്നു കഴിഞ്ഞാൽ ഇതിനപ്പുറം ഓപ്പോസിറ്റ് സൈഡിൽ ഒരു സന്യാസി മഠം ഉണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 3 ലെയറായിട്ടാണ് ഈ സ്തൂപാസ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഏറ്റവും ലോവസ്റ്റ് ലെവലിൽ 45 സ്തൂപാസ് ഉണ്ട്.
ആ ലോവസ്റ്റ് ലെവലിലാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് അരികിലുള്ള വഴിയിലൂടെ, അല്ലെങ്കിൽ അതിന് അരികു പറ്റിയാണ് നമ്മളിപ്പോൾ മുന്നോട്ടിങ്ങനെ നടക്കുന്നത്. ഇത് നമ്മൾ എൻട്രൻസിലേക്കുള്ള ഒരു വഴി കൂടിയാണ് കേട്ടോ. ഇവിടെ ഒരു ഫാമിലി ഫോട്ടോയ്ക്ക് പോസ് ചെയ്തിരിപ്പുണ്ട്. ഇവരെ നമുക്ക് നേരത്തെ അറിയാം. ഇവരെ നമ്മൾ ബാഗ്ദോഗ്ര എയർപോർട്ടിൽ വെച്ച് കണ്ടിരുന്നു. മലയാളി ഫാമിലിയാണ്. അവർ 4 പേരും മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത്. പേരെന്താ പറഞ്ഞേട്ടാ? സുദേവൻ. സ്ഥലം കൊച്ചി. കൊച്ചിയിൽ നിന്ന് വന്നിട്ടുള്ള ടീമാണ് കേട്ടോ. ഞങ്ങളുടെ ഗ്രൂപ്പിലില്ല, പക്ഷെ അവർ സെപ്പറേറ്റ് വന്നിട്ടുള്ളതാണ്. ഓക്കെ. ഇതിൻ്റെ അടുത്തൊരു കഫറ്റേരിയ കൂടിയുണ്ട്. അതിൻ്റെ ഒരു ഗേറ്റാണ് ഈ കാണുന്നത്. എല്ലാവരും അവിടെ പോയി ചായ കുടിച്ച് വരുന്നുണ്ട്. ഇവിടെയും നല്ല നീളത്തുള്ള ഒരു വലിയൊരു കൊടിമരമുണ്ട്, കാറ്റിൽ പറക്കുന്നുണ്ട്. ഈ പല വർണ്ണത്തിലുള്ള ഈ കൊടിയെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് 5 കളറിലാണ് ഇവർ ഈ കൊടി ഇവിടെ ഉണ്ടാക്കുന്നത്. നീല, വെള്ള, ചുമപ്പ്, പച്ച, മഞ്ഞ. ഇത് പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് എന്നാണ് അറിഞ്ഞത്. പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതിൽ നീല കളറ് ആകാശത്തെയും, വെള്ള മേഘത്തെയും, ചുവപ്പ് തീ, അതുപോലെ പച്ച കളറ് വെള്ളത്തിനെ, മഞ്ഞയാണെങ്കിൽ ഭൂമിയെ, ഇങ്ങനെയാണ് ഇത് പ്രതിനിധാനം ചെയ്യുന്നത്. നമ്മൾ പഞ്ചഭൂതത്തിൽ വായുവിനെയാണ് ചേർക്കാറ്. പക്ഷേ ഇവിടെ മേഘത്തിനെയാണ് അവർ പഞ്ചഭൂതമായിട്ട് കണക്കാക്കുന്നത് എന്ന് തോന്നുന്നു. എന്തായാലും കഫറ്റേരിയയിലേക്ക് നടന്നു. ഈ കഫറ്റേരിയ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങനെയാണല്ലോ, ചായ കുടിക്കാൻ തോന്നും. ചായയോ കാപ്പിയോ ഒന്ന് കുടിച്ച് ഫ്രഷ് ആവാമെന്ന് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് തന്നെ നടന്നു. നല്ല ഭംഗിയുള്ള സ്ഥലം കേട്ടോ. അതിന് ഇണങ്ങിയ നിർമ്മിതികളാണുള്ളത്. അതിൻ്റെ ഡിസൈനൊക്കെ വളരെയധികം കൗതുകം നൽകുന്ന രീതിയിലുള്ള ഡിസൈനിങ് ഒക്കെയാണ്. ഇതിൻ്റെ അകത്ത് നോക്കിയാലും നല്ല വ്യൂ ആണ്. സൂപ്പർ വ്യൂ. എവിടെ നോക്കിയാലും അടിപൊളി. കാപ്പിക്ക് 200-300 പറയണത്. ഞങ്ങൾ കാപ്പി കുടിക്കാനുള്ള മോഹമൊക്കെ ഉപേക്ഷിച്ച് വേഗം അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു സന്യാസ മഠമുണ്ട്. അവിടേക്ക് ഇങ്ങനെ പതുക്കെ നടന്ന് പോവായിരുന്നു കേട്ടോ. അപ്പോഴാണ് രാമളി പറ്റിയത്. അതായത് പുറകിൽ നിന്ന് സെക്യൂരിറ്റിക്കാർ വിളിച്ചു, എങ്ങോട്ടാണ് പോകുന്നത്, ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ തിരിച്ചിങ്ങോട്ട് തന്നെ നടന്നു. ഞങ്ങളും വിചാരിച്ചേ ആ ഭാഗത്തേക്കൊന്നും ആരും പോകുന്നത് കാണാനില്ല. വഴിയാണെങ്കിൽ ഇങ്ങനെ വിശാലമായിട്ട് നീണ്ടു കിടക്കുന്നു, തീരെ തിരക്കില്ല. അപ്പം അങ്ങനെ നടന്നു കയറിയതാണ്. പിന്നീട് മനസ്സിലായത് ഈ പൈസ കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആരും അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഞങ്ങൾ യാത്ര തുടരുകയാണ്. പുനാഖയിലേക്കുള്ള യാത്ര തുടരുകയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബാക്കി വിശേഷങ്ങൾ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർ, ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതിങ്ങനെ വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളുടെ സ്വന്തം ജോബ്സ് ട്രാവൽ വ്ളോഗ്. ബൈ.